ഹായ് ഓൾ, ഫിഫ്ത്ത് മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫിഫ്ത്ത് മൊഡ്യൂളിൽ മെയിൻലി 2 ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്, XMLും JSONും. ഓക്കെ, 2 ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്മിഷൻ ഫോർമാറ്റ്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആദ്യത്തെ സെക്ഷൻ നമ്മൾ XMLനെ പറ്റി പഠിച്ചു. ഇനി ലാസ്റ്റ് രണ്ടാമത്തെ ടോപ്പിക്കാണ് JSON. അപ്പം JSON എന്താണ്? ഒരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷനാണ് JSONൻ്റെ ഫോം. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളുടെ XMLനെ കാട്ടിയും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഈസി ആയിട്ട് നമുക്ക് ഡേറ്റാനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് JSON. ഓക്കെ, XMLനെ കാട്ടിയും കുറച്ചും കൂടി ഈസിയർ ഫോർമാറ്റാണ് JSON. ഇതൊരു ലൈറ്റ് വെയ്റ്റ് ഫോർമാറ്റാണ് ഫോർ സ്റ്റോറിങ് ആൻഡ് ട്രാൻസ്പോർട്ടിങ് ഡേറ്റേനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും വളരെ ഈസി ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ് JSON. ഓക്കെ, ഇറ്റ് ഓൾസോ യൂസ്ഡ് വെൻ ഡേറ്റ ഈസ് സെൻഡ് ഫ്രം എ സെർവർ ടു വെബ് പേജ്. നമ്മളുടെ ഡേറ്റേനെ സെർവറിൽ നിന്ന് നമ്മളുടെ വെബ് പേജിലോട്ട് ഡേറ്റേനെ സെൻഡ് ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? JSON എന്ന് പറയുന്ന ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ സെർവറിൽ നിന്ന് നമ്മൾക്ക് വേണ്ട ഇൻഫോർമേഷൻസിനെ ലോഡ് ചെയ്ത് നമ്മളുടെ വെബ് പേജിലോട്ട് നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? JSON എന്ന് പറയുന്ന ഫോർമാറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെൽഫ് ഡിസ്ക്രൈബിംഗ് ആണ്. സെൽഫ് ഡിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു JSONൻ്റെ ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, എന്തൊക്കെ വാല്യൂ അതിനകത്ത് പറയുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആദ്യമായിട്ട് ഒരാൾ കാണുന്ന ആൾക്ക് തന്നെ നമുക്ക് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെ ഡേറ്റയാണുള്ളത്, എന്തിനെ പറ്റിയിട്ടുള്ള ഡേറ്റയാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റ് വ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് അണ്ടർസ്റ്റുഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? JSON എന്ന് പറയുന്നത് ഒരു സെൽഫ് ഡിസ്ക്രൈബിംഗ് ആണ് ആൻഡ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ഓക്കെ, അപ്പം ഒരു JSON എക്സാമ്പിളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എപ്പോഴും JSON ഓപ്പൺ ചെയ്യുന്നത് ഒരു കേളി ബ്രേസസിലായിരിക്കും. അതിനുശേഷം ഒരു നെയിം, എംപ്ലോയീസ് എന്ന് പറയുന്നൊരു നെയിം കൊടുത്തു. ഇവിടെ നമ്മൾ ഈ 3 പേഴ്സൺ അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ നമ്മൾ എന്താണ് അറേ ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സോ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താണ് ഫസ്റ്റ് നെയിം ജോൺ, ലാസ്റ്റ് നെയിം ഡി. അപ്പം 3 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 3 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് അറേ ഫോർമാറ്റിൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എംപ്ലോയി 1, എംപ്ലോയി 2, എംപ്ലോയി 3. ദെൻ അറേ ക്ലോസ് ചെയ്തു, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കേളി ബ്രേസസ് ക്ലോസ് ചെയ്തു. അപ്പം ഈ ഡേറ്റയിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഡേറ്റ ഈസ് എ നെയിം ആൻഡ് വാല്യൂ പെയർസ്. ഡേറ്റ എപ്പോഴും നെയിമും വാല്യൂ പെയറിലായിരിക്കും. കണ്ടോ, ഇപ്പോൾ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് നമ്മളുടെ നെയിമും അതിൻ്റെ വാല്യൂ ജോണും, ലാസ്റ്റ് നെയിം രണ്ടാമത്തെ നെയിം അതിൻ്റെ വാല്യൂ ഡിയോ. അപ്പോൾ എന്താണ്? അപ്പം ഒരു നെയിം വാല്യൂ പെയറിലായിരിക്കും എപ്പോഴും ഡേറ്റ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഡേറ്റയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? കോമ വെച്ചിട്ടായിരിക്കും. ഈ കോമ യൂസ് ചെയ്ത് നമുക്ക് എത്ര ഡേറ്റേനെ വേണമെങ്കിലും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഓരോ ഡേറ്റേനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് കോമാസ് വെച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ഡേറ്റയും എൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു എണ്ണത്തിൽ ഒരു 3 വാല്യൂ എഴുതി അതിനെ എൻഡ് ചെയ്യുന്നത് എന്താണ്? കേളി ബ്രേസസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെന്താണ്? സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഈ സ്ക്വയർ ബ്രാക്കറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അറേ ആണെന്ന് ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഒരു സിമ്പിൾ JSONൻ്റെ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ്. അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ 3 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആണ്. അതുപോലെ തന്നെ ഡേറ്റാസിനെ നമ്മൾ എന്താണ് നെയിം വാല്യൂ പെയേഴ്സ് ആയിട്ടായിരിക്കും വെക്കുന്നത്. ഓരോ നെയിം വാല്യൂ പെയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് കോമാസ് വെച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ഡേറ്റയും എൻഡ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും കേളി ബ്രേസസ് വെച്ചിട്ടായിരിക്കും. ദെൻ അറേയുടെ ഇൻഡിക്കേഷൻ ആണെന്ന് വയ്ക്കാൻ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ അറേനെ ഇൻഡിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഈ JSON. അത് തന്നെയാണ് പിന്നെ ഈ JSON സിൻടാക്സിക്കലി ഐഡൻറ്റിക്കൽ ടു ദ കോഡ് ഓഫ് ക്രിയേറ്റിംഗ് ജാവാസ്ക്രിപ്റ്റ്. ഇത് ഏകദേശം നമ്മളുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡുമായിട്ടെല്ലാം സിമിലർ ആണ്. ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം ക്യാൻ ഈസിലി കൺവേർട്ട് JSON ഡേറ്റ ഇൻറ്റു നേറ്റീവ് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാംസിന് നമുക്ക് ഈസി ആയിട്ട് JSON ഡേറ്റയിൽ നിന്ന് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സിനെയൊക്കെ എല്ലാം നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈസിയർ ആയിരിക്കും. JSON ഫോർമാറ്റിനകത്ത് ടെക്സ്റ്റ് ഉള്ളി ഫോർമാറ്റ് ആയിരിക്കും, ടെക്സ്റ്റ് മാത്രമായിരിക്കും JSON ഫോർമാറ്റിലുള്ളത്. ദ കോഡ് ഫോർ റീഡിങ് ആൻഡ് ജനറേറ്റിംഗ് JSON ഡേറ്റ ക്യാൻ ബി റിട്ടൺ ഇൻ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഈ JSON ഡേറ്റേനെ കോഡിനെ റീഡ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ JSON ഡേറ്റേനെ റീഡ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഓരോന്നാണ് ഇനി പറയുന്നത്. നമ്മൾ പറഞ്ഞു നെയിം വാല്യൂ പെയേഴ്സ് ആയിട്ടായിരിക്കും JSON ഡേറ്റാനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെയിം വാല്യൂ പെയർ എന്ന് പറഞ്ഞാൽ രണ്ടും എന്ത് കോളനിലായിരിക്കണം? ഫുൾ കോളനിലായിരിക്കണം. ഓക്കെ,
കോളനല്ല ഇത് കോഡ്സ് ഇട്ടിട്ടായിരിക്കും നമ്മൾ സ്ട്രിങ് പോലെ റെപ്രസെൻ്റ് ചെയ്യും. അതിനകത്ത് നെയിമും അതിൻ്റെ വാല്യൂ പെയേഴ്സായിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതുപോലെ എത്ര വാല്യൂസിനെ നമുക്ക് ചെയ്യാൻ പറ്റും. ജേസൺ നെയിം റിക്വയർ ഡബിൾ കോഡ്സ്, എപ്പോഴും ഡബിൾ കോഡ്സ് വേണം. ക്ലിയർ ആയല്ലോ? പക്ഷേ ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ ഡബിൾ കോഡ്സ് വേണ്ട, ജേസൺ ആണെങ്കിൽ ഡബിൾ കോഡ്സ് വേണം. ഓക്കെ, അതിൻ്റെ ഒബ്ജക്റ്റ് ഇങ്ങനെയായിരിക്കും. നമ്മൾ ജേസൺ ഒബ്ജക്റ്റ് ആർ റിട്ടേൺ ഇൻസൈഡ് ദെൻ കേളി ബ്രേസസ്. ഒബ്ജക്ട്സിനെല്ലാം നമ്മളെന്താണ്, ഇത് ഒരു ഒബ്ജക്റ്റാണ്, എത്ര ഒബ്ജക്റ്റുകളുണ്ടോ അത്രയും ഒബ്ജക്റ്റിന് നമ്മൾ കേളി ബ്രേസസിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലൈക്ക് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ക്യാൻ കണ്ടെയ്ൻ മൾട്ടിപ്പിൾ നെയിം. ജാവാസ്ക്രിപ്റ്റ് പോലെ നമ്മൾ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റിന് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നോക്കുക, ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്. ഇനി അതുപോലെ വേണമെങ്കിൽ അവരുടെ അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പർ എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കോമയിട്ട് നെയിം വാല്യൂ പെയേഴ്സായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും, ലൈക്ക് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ജേസൺ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ജേസൺ അറേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും അറേനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റിലും അങ്ങനെ തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ എംപ്ലോയി ആണ്. എംപ്ലോയീസിൻ്റെ 3 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊരു അറേ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം അറേനെ ഇൻഡിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ എങ്ങനെയാണ് നമ്മളുടെ ഈ ജേസൺ ടെക്സ്റ്റിനെ എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിലെ ടെക്സ്റ്റ് ഫോർമാറ്റായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് സിംപ്ലി നമ്മളുടെ എന്താണോ ടെക്സ്റ്റിലാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, വേരിയബിൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. ടെക്സ്റ്റിലാണെന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വേരിയബിൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം എന്താണ്, ഓരോ എംപ്ലോയി എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം ഓരോ നമ്മൾ അറേ ഓപ്പൺ ചെയ്തു. ദെൻ എന്താണ്, ഓരോ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു സിംഗിൾ കോട്ട്സിൽ തുടങ്ങും. ഓരോ ഒബ്ജക്റ്റിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യും, കോൺകാറ്റിനേഷന് വേണ്ടി പ്ലസ് സൈൻ യൂസ് ചെയ്തിട്ട് എല്ലാ ഒബ്ജക്റ്റിനെയും കമ്പൈൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ ജേസണിൻ്റെ ടെക്സ്റ്റിന് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ടെക്സ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേരിയബിൾ ആണെങ്കിൽ ആ വേരിയബിൾ ആദ്യം ഡിക്ലെയർ ചെയ്യുക. ആ വേരിയബിളിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, അറേ ആണെങ്കിൽ അറേയുടെ സൈൻ ഇടുക. ദെൻ ഓരോ ഒബ്ജക്റ്റിനെയും കോഡ്സുകളിൽ റെപ്രസെൻ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, കോൺകാറ്റിനേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്ലസ് സൈൻ യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഈ ജേസണിൻ്റെ അകത്തുള്ള ടെക്സ്റ്റിനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ടെക്സ്റ്റാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് വേരിയബിൾ ഒബ്ജക്റ്റ് ഈക്വൽ ടു ജേസൺ ഡോട്ട് പാഴ്സ് ടെക്സ്റ്റ്. ഈ പാഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻബിൽട്ട് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ജാവാസ്ക്രിപ്റ്റിൽ ജാവാസ്ക്രിപ്റ്റിൽ ജേസണ് വേണ്ടിയിട്ടുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എന്താണ്, ജേസൺ ഡോട്ട് പാഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതെന്ത് ചെയ്യും, നമ്മളുടെ ജേസണിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റിനെ പാഴ്സ് ചെയ്തിട്ട് എന്താക്കി മാറ്റും, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും. സോ എന്താണ്, അതിന് വേണ്ടിയിട്ട് ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ജേസൺ ഡോട്ട് പാഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അത് യൂസ് ചെയ്തിട്ട് കണ്ടോ, ജേസൺ ഡോട്ട് പാഴ്സ് ഓഫ് എന്താണ് പാഴ്സ് ചെയ്യേണ്ടത് കണ്ടോ, നമുക്കിവിടെ ടെക്സ്റ്റ് ആണ് നമ്മൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്ക്വയർ ബ്രാക്കറ്റിൽ ഈ ഒരു ഓപ്പൺ ബ്രേസ് ചെയ്തതിൽ എന്ത് കൊടുക്കും, ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും. കാര്യം എന്ത്, ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മളുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ജേസൺ ഡോട്ട് പാഴ്സ് ഓഫ് എന്തിനെയാണ് പാഴ്സ് ചെയ്യേണ്ടത്, ഈ ടെക്സ്റ്റിനെയാണ് പാഴ്സ് ചെയ്യേണ്ടത്. സോ ആ ടെക്സ്റ്റ് നമ്മളിവിടെ എഴുതും. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ ജേസൺ ടെക്സ്റ്റിനെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ജാവാസ്ക്രിപ്റ്റിൽ പഠിക്കാനുള്ളത്. ഇനി എന്താണ്, നിങ്ങൾ W3 സ്കൂൾസിൽ പോയിട്ട് എന്ത് ചെയ്തു നോക്കുക, ജേസണിൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ജാവാസ്ക്രിപ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ടാവും. അങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ദാണ്ട് ഈ പ്ലസ് സൈനൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒരു എക്സാമ്പിൾസ്, ഒരു സാമ്പിൾ പ്രോഗ്രാം എടുത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കുക. അപ്പം ഈ 2 കാര്യങ്ങളൂടെ ആയപ്പോഴത്തേക്കും നമ്മളുടെ 5th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 5th മൊഡ്യൂൾ ഈസിയർ ആയിട്ടുള്ള മൊഡ്യൂളാണ്. 2 ടോപ്പിക്സ് പഠിക്കാനുള്ളൂ, XML ഉം JSON ഉം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 6th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.